ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഗവൺമെന്റ് ജോലിയിൽ കയറാൻ പറ്റുമെന്ന്. ശ്രമിച്ച് നോക്കാം എന്ന് കരുതിയിട്ടാണ് ഇതിലേക്ക് വന്നത്. ശ്യാം സാറിന്റെ ക്ലാസ് ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്തു. സാറിന്റെ ക്ലാസ് ഒരു 2-3 ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ ക്ലാസ് നല്ല ക്ലാസ് ആണല്ലോ, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് വലിയ കാര്യമായിട്ട് ഇംഗ്ലീഷൊന്നും അറിയില്ല. എന്നെ വളരെ എന്താ പറയുക, എല്ലാ തരത്തിലും എന്നെ നല്ല മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് സാർ. എൻ്റെ ഒരു വലിയൊരു സ്വപ്നം ഏകദേശം ഒരു 10 വർഷത്തോളമായി ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് അബദ്ധവശാൽ അത് കിട്ടാതെ പോയി. എന്നാലും ആ ഒരു ലക്ഷ്യം തെറ്റിക്കാതെ തന്നെ രണ്ടാമത്തെ എക്സാമിൽ എനിക്ക് 13 റാങ്കോട് കൂടെ സ്വന്തം ജില്ലയിൽ ജോലി കിട്ടുകയും ചെയ്തു. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കേരള PSC എക്സാമിനേഷൻ കഴിഞ്ഞ 2019 ആണല്ലേ മക്കളെ? 19 ഡിസംബറിലാണ് നമ്മുടെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു, അതിനുശേഷം ആദ്യം ഒരു ഫ്രീ ക്ലാസ് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് പിന്നെ ഒരു ക്രാഷ് കോഴ്സിലേക്ക് മൂവ് ചെയ്തു. എല്ലാ ജില്ലകളിലും നമ്മുടെ ഉദ്യോഗാർത്ഥികൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു, എല്ലാ ജില്ലകളിലും. ഇപ്പൊ ഇന്ന് നമ്മൾ എറണാകുളം ജില്ലയുടെ കൂടെ ഉള്ളത്. എറണാകുളം ജില്ലയില് ഇനി ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒത്തിരി പേര് വരാനുണ്ട്. അപ്പൊ പ്രധാനമായിട്ട് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന സജീന മക്കളെ എത്രാമത്തെ റാങ്കാണ്? 16 റാങ്കാണ്. അത് മീനു 21 റാങ്ക്. ഇവരെല്ലാം അഡ്വൈസ് മേടിച്ചു കഴിഞ്ഞു കേട്ടോ. അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ജിനേഷ് ഏട്ടൻ. ജിനേഷ് ഏട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബൈ ട്രാൻസ്ഫർ കാറ്റഗറിയിൽ പഠിച്ച് അല്ലേ, നമുക്ക് ആ ഒരു ഏജ് ഒക്കെ ഒട്ടും വകവയ്ക്കാതെ തന്നെ പഠിച്ച് 3ാം റാങ്ക് മേടിച്ച ആളാണ് ജിനേഷ് ഏട്ടൻ. അതുപോലെ രാഹുല് മക്കളെ എത്രാമത്തെ റാങ്കാണ്? 4ാം റാങ്ക്. ജെറിൻ 13ാം റാങ്കാണ്. പിന്നെ നമ്മുടെ സിന്ധുല ബൈ ട്രാൻസ്ഫർ 5ാം റാങ്ക്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ 3 പേരെ സംബന്ധിച്ച് പറയാം, അവർ VHSC പഠിച്ചിട്ടില്ല. VHSC പഠിക്കാതെ ഈ മേഖലയിലിട്ട് പഠിക്കാൻ വരികയും ശരിക്കും പറഞ്ഞാൽ മാർക്ക് അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഇവരോട് കട്ടയ്ക്ക് അല്ലേ വളരെ സ്ട്രോങ് ആയിട്ട് VHSC പഠിച്ച കുട്ടികളോട് തന്നെ മത്സരിച്ചുകൊണ്ട് വന്ന ആൾക്കാരാണ് ഇവര്. അപ്പൊ അവർക്കൊരു പ്രത്യേക കൺഗ്രാറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മളെ സജീന ഇപ്പൊ സർവീസിൽ കയറിയിട്ട് എത്ര നാളായി? സർവീസിൽ കയറിയിട്ട് 5 മാസമായിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഒരു ഫീല്? അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ഒരു ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സാർ ഒത്തിരി സഹായിച്ച എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി. ഇവര് പറയണമെങ്കിൽ ഇവര് 5 പേരുടെ ഗ്രൂപ്പാണല്ലേ നിങ്ങള്? 5 പേരുടെ ഗ്രൂപ്പായിരുന്നു. അതിനകത്ത് സൂര്യ പിന്നെ എല്ലാരും ജോലി കയറിയില്ലേ? ഇപ്പൊ എല്ലാരും കയറി. അപ്പൊ ഇവര് റാങ്ക് ഇച്ചിരി ബാക്കിലോട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, അവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ കിട്ടുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ കൊണ്ട് നമ്മൾ ഇത്രയും സക്സസ് സ്റ്റോറി ഇത്രയും വൈകിച്ചത്. കാരണം എറണാകുളത്ത് ഞാൻ ഇവരെ ത്രിമൂർത്തികൾ ഇപ്പൊ സജീന, സൂര്യ പിന്നെ കവിത, അവരാണ് പ്രധാനമായിട്ടും ആ ഒരു ഇതിലുണ്ടായിരുന്നത്. പിന്നെ സൂര്യ ഇപ്പം എവിടെയാ? സൂര്യ ഇവിടെ ഉണ്ട്. കണ്ണൂർ എവിടെ? കണ്ണൂർ ദിവ്യരാജൻ കണ്ണൂരാണ്. അപ്പൊ ഇങ്ങനെ ഉള്ളൊരു ഗ്രൂപ്പ്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു സ്ട്രെങ്ത് എന്തായിരുന്നു മീനു? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഗവൺമെന്റ് ജോലിയിൽ കയറാൻ പറ്റുമെന്ന്. ശ്രമിച്ച് നോക്കാം എന്ന് കരുതിയിട്ടാണ് ഇതിലേക്ക് വന്നത്. പക്ഷെ ശ്യാം സാറിന്റെ ക്ലാസ് ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്തു. കാരണം നമുക്ക് ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് മോട്ടിവേഷൻ ഓരോ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. ഓരോ ക്വസ്റ്റ്യൻ തരുമ്പോഴും അത് ഏത് രീതിയിൽ ചെയ്യണം, എത്ര മിനിറ്റ് കൊണ്ട് എത്ര സ്പീഡിൽ നമുക്ക് ആ 100 ക്വസ്റ്റ്യനും ചെയ്ത് തീർക്കാം എന്നുള്ള പോളും കാര്യങ്ങളെല്ലാം ഇട്ടൊന്ന് ഞങ്ങൾ ഒരുപാട് സാറുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ജോലി. കാര്യം VHSC പഠിച്ച് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒരു PSC എഴുതി നോക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നു. പക്ഷെ സാറിന്റെ 100% സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് കയറാനും ഈ ജോലിയിൽ പ്രവേശിക്കാനും കാരണമായി തീർന്നത്. ആ ഒരു നന്ദിയും കടപ്പാടും സാറിനോട് ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കും. ഞങ്ങൾ 5 കൂട്ടുകാർ ഒരുമിച്ച് പഠിച്ചത്. അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീടുകളിൽ കുഞ്ഞുങ്ങളെ നോക്കി പഠിക്കാനൊക്കെ. പക്ഷെ കൃത്യം ക്ലാസ്സുകളും എക്സാം പേപ്പറുകളും എല്ലാം ഇട്ട് ഞങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് ഞങ്ങളൊരു ഗവൺമെന്റ് ജോലിക്കാരാക്കി തീർത്ത ശ്യാം സാറിനോട് ഒരുപാട് നന്ദി പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അതുമാതിരി പഠിച്ചിട്ടുണ്ട് നമ്മളല്ലേ, അതുമാതിരി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ എക്സ്ട്രാ എഫേർട്ട് നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പറയാം. പ്രത്യേകിച്ച് ചേട്ടാ ഇത് കുത്തിയോ? ഞാൻ ആദ്യം സാറിന്റെ ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വൈഫാണ് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ അപേക്ഷ അയച്ചിരുന്നെങ്കിലും അതിനെക്കുറിച്ച് ഒന്നും പ്രിപ്പയർ ചെയ്തിരുന്നില്ല. പക്ഷെ സാറിൻ്റെ ക്ലാസ് ഒരു 2-3 ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ ക്ലാസ് നല്ല ക്ലാസ് ആണല്ലോ, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് വലിയ കാര്യമായിട്ട് ഇംഗ്ലീഷൊന്നും അറിയില്ല. ഞാൻ വെറും എന്താ പറയുക, അന്നത് പണ്ടത്തെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമുള്ളൂ. അന്ന് ഇംഗ്ലീഷിനൊന്നും വലിയ വിലയില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതി കയറി പോന്നു. അപ്പോൾ വൈഫ് പറഞ്ഞ് നമുക്ക് സാറിനെ വിളിക്കാം. എന്നിട്ട് അവൾ തന്നെ നമ്പർ ഡൗൺലോഡ് ചെയ്ത് ഞാൻ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാറിനോട് കാര്യം പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ സാർ ഒരുപാട് സപ്പോർട്ട് ചെയ്താണ്
എന്നെ വളരെ എന്താ പറയുക എല്ലാ തരത്തിലും എന്നെ നല്ല മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് സാറ്. കാരണം പ്രായം വെറും നമ്പറാണ്, ചേട്ടൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, VHC-കാരുടെ ഒപ്പം തന്നെ ചേട്ടന് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നും പറഞ്ഞ് എനിക്ക് വളരെ ആത്മവിശ്വാസം തന്ന് എക്സാം എഴുതിക്കാൻ സഹായിച്ച സാറാണ്. സാറിനോട് എനിക്ക് എന്നും നന്ദിയും കടപ്പാടുണ്ട്. ഞാൻ പറയുന്നതല്ല, ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടേ, അതായത് ദിനേശ് ചേട്ടന് ഇപ്പോൾ ഒരുപാട് പേർക്ക് മാതൃകയാകാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ തന്നെ ചേട്ടൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പല മേഖലകളിൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും മേഖലയൊക്കെ അറിയാതെ ആയി പോകുന്ന ആൾക്കാരാണ് പലതും, അല്ലേ? പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ ബലത്തിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ദൃഢനിശ്ചയത്തിന്റെ ബലത്തിൽ നമ്മളൊരു കാര്യത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുമ്പോഴത്തേക്കും അത് അച്ചീവ് ചെയ്ത ആളാണ്. അപ്പൊ അത് ശരിയാണ്. എനിക്കൊരു വാശിയായിരുന്നു. കാരണം ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനല്ല, ഞാൻ വെറും +2-കാരനാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ മോശക്കാരനല്ല എന്ന് കാണിക്കണമെന്നൊരു വാശിയായിരുന്നു. അതിൻ്റെ കൂടെ സാറിൻ്റെ എന്താ പറയുക മോട്ടിവേഷൻ, അതായത് എരിയണ തീയിലേക്ക് ഇത്തിരി എണ്ണ പകരുന്ന രീതിയിൽ ചെയ്തപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റി. ഞാനത് അച്ചീവ് ചെയ്യാനും എന്നെ സാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്തത് രാഹുലെ, എന്തൊക്കെയാണ് പറ രാഹുലെ? ഈ ശ്യാം സാറിന് എനിക്ക് ജോലിക്ക് കയറുമ്പോൾ തന്നെ അറിയാം. പിന്നെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ VHSC പഠിച്ചിട്ടില്ല, ഞാൻ കൊമേഴ്സാണ് പഠിച്ചിരുന്നത്. അപ്പോൾ സയൻസായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടായില്ല. അത് പഠിക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, വെച്ചാൽ നമുക്ക് ബേസായിട്ടൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ക്ലാസ്സിൽ ചേർന്നു, പഠിച്ചു തുടങ്ങി, ഒന്നേന്നൂടി പഠിച്ചു തുടങ്ങി. അപ്പോൾ എനിക്കൊരു ഏകദേശം മനസ്സിലായി നമ്മളിത് പഠിച്ചാൽ നമുക്കിത് റെഡിയാവും. അപ്പോൾ സഹാരിയുടെ ഉള്ളതുകൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കിത് കയറാൻ പറ്റിയത്. പക്ഷെ എനിക്കും ആദ്യമേ ഒരു പേടിയായിരുന്നു, ഇത് നമുക്ക് കിട്ടുമോ ഇല്ലേ, കുറെ ആള് പഠിക്കണോ, ഇത് ദൂരം പഠിക്കാനുണ്ട്, അങ്ങനെ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചു തുടങ്ങി, പിന്നെ സെറ്റായി, പിന്നെ ഫുള്ള് ഓക്കെ ആയി. ഇനി കല്യാണം കഴിക്കണം. ഓക്കെ, ജെറിനും കല്യാണം കഴിക്കാതിരിക്കണല്ലേ ജെറിനെ? ഓക്കെ, ജെറിൻ ക്രാഷിലല്ലേ തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പൊ ജെറിൻ VHSC ആയിരുന്നല്ലോ അല്ലേ? VHSC ആയിരുന്നു. ജെറിന്റെ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കളെ? നമ്മളെ ഇനി വരാൻ പോകുന്ന കുട്ടിയെ കൊടുക്കാൻ പറ്റുന്ന സന്ദേശം കൂടെ. ഞാൻ ആദ്യമായിട്ട് PSC എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് 2014-ലാണ്. അതും ഈ പോസ്റ്റ് തന്നെയാണ്, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്നുള്ള പോസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതിയത് കണ്ണൂരാണ്. എനിക്ക് അന്ന് 28ാം റാങ്ക് ആയിരുന്നു. ഞാൻ അതിനുശേഷം ഏകദേശം ഒരു 10 വർഷത്തോളം അതിനുവേണ്ടി കാത്തിരുന്നു. ലാസ്റ്റ് എനിക്ക് 2018 അത് ഒരു 3-4 വേക്കൻസി അത് കിട്ടാതെ പോയി. ഞാൻ വീണ്ടും രണ്ടാമത് വന്ന 2019 നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്തു. ആ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് 1ാം റാങ്ക് മേടിക്കണം. അത് എൻ്റെ സ്വന്തം ജില്ലയിലെ എറണാകുളം ജില്ലയിൽ തന്നെ എനിക്ക് 1ാം റാങ്ക് മേടിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമായിരുന്നു. ഞാനപ്പോൾ അതിനു വേണ്ടി വർക്കൗട്ട് തുടങ്ങി. ഞാൻ 2014 എക്സാം എഴുതിയപ്പോൾ ഞാനൊരു ചെയ്ത പാറ്റേൺ എന്ന് പറയുന്നത് VHSC ടെസ്റ്റ് രണ്ടും നന്നായിരുന്നു പഠിച്ചു. പക്ഷെ അത് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം, ആൻസേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള ഡൗട്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ ഒരു PSC എക്സാം എന്ന് പറയുന്നത് 75 മിനിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് പോലും ഇല്ല അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാം, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഒരു 100, 150, 1000 അങ്ങനെ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആദ്യം തിയറി ഡീപ്പായിട്ട് പഠിക്കാം. അതിൽ നിന്ന് നമ്മൾ സെൽഫായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് രൂപീകരിച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പഠിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കോറിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് 75 മിനിറ്റിൽ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ഭാഗത്ത് നല്ലൊരു വർക്കൗട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് 100% നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. PSC എക്സാം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, ഒരു 80-85 മാർക്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ. റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ ആദ്യത്തെ റാങ്കിൽ തന്നെ വരണം. ആദ്യത്തെ റാങ്കിൽ വന്നാൽ മാത്രമാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുള്ളൂ. എക്സാമിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ തന്നെ അറ്റൻഡ് ചെയ്യാം. എത്രാമത്തെ റാങ്ക് ആയിരുന്നു? എന്റെ റാങ്ക് 13 ആയിരുന്നു. 13. എറണാകുളം ജില്ലയിൽ എനിക്ക് 13ാം റാങ്കിലേക്ക് എത്താനായിട്ട് സാധിച്ചു. ഞാനിപ്പോ നെടുമ്പാശ്ശേരി വെറ്റിനറി ഹോസ്പിറ്റലിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് ഞാനിപ്പോ എന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ ഒരു വലിയൊരു സ്വപ്നം, ഏകദേശം ഒരു 10 വർഷത്തോളമായി ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് അബദ്ധവശാൽ അത് കിട്ടാതെ പോയി. എന്നാലും ആ ഒരു ലക്ഷ്യം തെറ്റിക്കാതെ തന്നെ 2ാമത്തെ എക്സാമിൽ എനിക്ക് 13ാം റാങ്കോട് കൂടെ സ്വന്തം ജില്ലയിൽ ജോലി കിട്ടുകയും ചെയ്തു. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അവസാനം അല്ലേ സിന്ധുലെ ക്രാഷ് കോഴ്സിലാണ് സിന്ധുല വരുന്നത്. സിന്ധുലയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മികച്ച കവയത്രിയാണ്. അതുപോലെ കുറെ ഇത്ര അംഗീകാരങ്ങൾ അല്ലേ സിന്ധുല പ്രകാശനം ചെയ്തത്. സാഹിത്യ ലോകത്ത് ഒരുപാട് സംഭാവന കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇനിയും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെയാണ്. അങ്ങനെ ആ ലെവലിൽ പറഞ്ഞ ഒരു ബുദ്ധിജീവിയുടെയാണ്. സിന്ധുലൊന്നും പറയും. സിന്ധുലയിലേക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് സിന്ധുലയ്ക്ക് പറയാൻ. സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് അറിയുന്നത് യൂട്യൂബിൽ സാറിന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് വിളിക്കുന്നത്.
അപ്പൊ വിളിച്ചു കഴിഞ്ഞപ്പോ സാർ എങ്ങനെയാണ് ഈ ഇത് പഠിക്കുന്ന അതിനെ കുറിച്ചൊക്കെ എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞാൻ VHSC അല്ല, VHSC പഠിച്ചിട്ടില്ല, PDC ആണ്, അക്കൗണ്ടൻസി ആയിരുന്നു. അപ്പോൾ ഈ കോഴ്സുമായിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു സാർ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഫോൺ വിളിച്ച് ഒരു 3/4 മണിക്കൂറോളം നമ്മൾ അന്ന് സംസാരിച്ചായിരുന്നു. അപ്പൊ അന്ന് സംസാരിച്ചപ്പോൾ ഇതെങ്ങനെയാ പഠിക്കുന്നത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നതോടുകൂടിയാണ് എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ പോലും അങ്ങനെ വന്നതാ. എനിക്കിത് പഠിക്കണം, ഇത് വിൻ ചെയ്യണം, അങ്ങനെയുള്ള തോന്നൽ വന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ സാറിനോട് തീർച്ചയായിട്ടും കടപ്പാടുണ്ട്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് അറ്റൻഡർമാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ VHSCക്ക് വന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇനി പരീക്ഷയ്ക്ക് ഇനി കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് കൊടുക്കേണ്ടുന്ന സന്ദേശം എന്താണ് സിന്ധുലി? തീർച്ചയായിട്ടും അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ പുസ്തകം ഏറ്റവും അവസാനം സാധാരണ ബൈ ട്രാൻസ്ഫറുകാർ ചെയ്യുന്ന ഒരു കാര്യം, അവരുടെ ഒരു മനസ്സിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഏജ് ഓവർ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ എക്സാം എഴുതുന്നത്, അവർ അതിന് മാത്രം ട്രൈ ചെയ്യില്ല. എനിക്കിപ്പോൾ ഒരു നേരത്തെ ഒക്കെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മാർക്ക് 3 മാർക്ക് അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിലുള്ളവരും ഈ റാങ്ക് ലിസ്റ്റിൻ്റെ അകത്തായിട്ട് കടന്നു വന്ന ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരാവുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കാലം മാറി. അങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ലിസ്റ്റിൽ പോലും കയറാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പൊ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ മുന്നിലുള്ള ഇതൊരു മത്സരമാണ്, ഇതൊരു ഓട്ട മത്സരമാണ്. അതിൻ്റെ അകത്ത് വിൻ ചെയ്യുന്ന ആളുകൾ വളരെ ചുരുക്കം. ഇപ്പൊ നമ്മൾ അത് 1st, 2nd, 3rd അങ്ങനെ നമുക്ക് വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന മാതിരി പണ്ടത്തെ മാതിരി അവസരങ്ങൾ കുറവാണ്, ചാൻസ് കുറവാണ്. 3 or 4 ചാൻസ് ഒക്കെയാണ് ഇപ്പൊ ഒരു ജില്ല ബേസ് ചെയ്ത് നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാതെ ഉറപ്പായിട്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് എത്തപ്പെടാൻ പറ്റത്തില്ല. പഴയ ആളുകളെ മാതിരി അല്ല, ഇപ്പൊ വരുന്ന തലമുറ എന്ന് പറയുന്നത് നന്നായിട്ട് ഇതിനു വേണ്ടി വിൻ ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. മാത്രമല്ല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്രൂപ്പിന്റെ മാർക്ക് കൂടെയാണ്. അപ്പം ഇവരുടെയൊക്കെ മാർക്ക് എന്ന് പറയുന്നത് 60+, 70+ ഇല്ലായിരുന്നു. 70+ സ്കോർ ചെയ്ത ആൾക്കാരാണ്. 70+ എന്ന് പറയുമ്പോഴത്തേക്ക് എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് എത്രയായിരുന്നു? 62 കട്ട് ഓഫ്. അതായത് ജനറലിന്റെ കട്ട് ഓഫ് 62 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ജോലി മേടിച്ചിരിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ജനറലിനോട് കോമ്പീറ്റ് ചെയ്ത് അവരുടെ കട്ട് ഓഫിനേക്കാൾ കൂടിയ മാർക്ക് മേടിച്ച ആൾക്കാരാണ് ജോലി മേടിച്ചിരിക്കുന്നത്. എനിക്കൊന്ന് വിക്ടർ ഏകദേശം 80 റേഞ്ച് ഉണ്ടെന്നു അല്ലേ? 80 റേഞ്ച് നമ്മുടെ വിക്ടർ രാജ് ഇപ്പോൾ ഉടനെ വരും. വിക്ടർ രാജും വൈഫും കൂടെ വരും. അപ്പോൾ അവരെ കൂടെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമുക്ക് ഇനിയും കാണാം. കാര്യം പിന്നെ എറണാകുളത്തോട്ട് വരുന്നുണ്ട് കേട്ടോ.